എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഗാർലിക് ചീസ് ടോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. നമ്മളിത് ചെയ്തെടുക്കുന്നത് പാവ് ബന്നിലാണേ. ഇപ്പം നിങ്ങൾക്ക് പാവ് ബന്ന് മേടിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. പാവ് ബന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. നടുക്കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിലത്തെ ആ ബന്നിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 20 വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇതിലോട്ടിട്ട് കൊടുത്ത് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കൽ, അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗം മാത്രം ഫ്രൈ വരും, ഇതിൻ്റെ അകഭാഗം വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അകഭാഗം കൂടെ വെന്ത് കിട്ടത്തക്ക രീതിയിൽ തീ മീഡിയത്തിലിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങ് കോരി മാറ്റാം. വെളുത്തുള്ളി ഫ്രൈ ചെയ്തത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊരു ഫോർക്ക് വെച്ച് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഉടച്ചു കൊടുക്കുക. ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടിയതായതുകൊണ്ട് തന്നെ ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ഞാൻ ഇതിനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ വെളിയിൽ വെച്ചിട്ട് തണുപ്പൊക്കെ പോയി മെൽറ്റായുള്ള ബട്ടർ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി കട്ടിക്കുള്ള ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇനി ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ടറെല്ലാം ഞാൻ ഗാർലിക്കുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവുള്ള ചില്ലി ഫ്ലെക്സ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ശകല മല്ലിയിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ഈ സോസ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പാവനുണ്ടല്ലോ, അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. മൊത്തം ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകത്തക്ക രീതിയിൽ നിങ്ങൾ സ്പൂൺ വെച്ച് മൊത്തം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഇതിന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് അധികത്തിൽ തിക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എത്രമാത്രം തിക്കായിട്ട് വെച്ച് കൊടുക്കാമോ അത്രമാത്രം തിക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൻ ഉണ്ടല്ലോ ഇതിലോട്ട് അങ്ങ് ഇറക്കി വെക്കുക. വലിയ ഫ്രൈ പാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണേ. ഈ വെള്ളം വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടും അതുപോലെ മസാല ചീസൊക്കെ കറക്റ്റായിട്ട് എല്ലായിടും മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ ഫ്രൈ പാൻ അത്രയും വലുതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എരിവിൻ്റെ നോക്കിയിട്ട് മാത്രം അതിട്ട് കൊടുക്കുക. കുറച്ച് ഒറിഗാനോ മുകളിലോട്ട് വേണമെങ്കിൽ മാത്രം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചീസ് മെൽറ്റായി വരുന്നവരെ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക വെച്ചാൽ തീ കുറച്ചിട്ട് വേണം ഇങ്ങനെ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അടിഭാഗം കരിഞ്ഞു പോകരുത്. മസാല ചീസൊക്കെ ഒന്നും മെൽറ്റായി വരണം, അത്രമാത്രം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം. സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാല ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു പിസയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഒറിഗാനോ ചീസൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് ഒരു പിസയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.